ശനിയാഴ്ച പതിവിലും നേരത്തെ സുമ ഉണർന്നു. പ്രാതൽ റെഡിയാക്കി. ബേക്കറി ഐറ്റങ്ങൾ നേരത്തെ സ്റ്റോക്ക് ചെയ്തു വെച്ചു. ചായ ഫ്ലാസ്കിൽ നിറച്ചു. മുറികൾ ശുചിയാക്കി. പൂജാമുറി അലങ്കരിച്ചു. വിളക്ക് വെച്ചു. ഇന്നത്തെ ദിവസം നന്നാവണേ എന്ന് ഉള്ളുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് ചന്ദനത്തിരിയും കത്തിച്ച് പുറത്തു വന്നു. തുകുന നല്ല ഉറക്കമായിരുന്നു. സമയം 6 മണിയായി. സുമ അവളെ വിളിച്ചുണർത്തി. മോളെ എണീറ്റേ, കുളിച്ച് റെഡിയാക്. ചായ പകർന്നു മകളുടെ നേർക്ക് നീട്ടിക്കൊണ്ട് പറഞ്ഞു. വേഗം റെഡിയാകാം മോളെ. വരുന്നത് ആരാണാവോ? ആരായാൽ എന്താ അമ്മേ? വന്നിട്ട് വാച്ച് വാങ്ങണം. അമ്മേ, നമുക്ക് സൽക്കരിച്ച് വിടാം. അതൊക്കെ ശരിയാക്കാം. നീ റെഡിയാകണം പെട്ടെന്ന്. അമ്മ എന്തിൻ്റെ പുറപ്പാടാണെന്ന് അവൾ അതിശയിച്ചു. വിലപിടിപ്പുള്ള പലതും ഭംഗിയായി അടുക്കി വച്ചുകൊണ്ടിരുന്നു സുമ. ചുരിദാറണിഞ്ഞ് മനോഹരിയായി തുകിന സെറ്റിയിലിരുന്നു. ഇനി പേടിക്കാനില്ല. അവൻ വരട്ടെ, എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അവർ രണ്ടുപേരും പ്രാതൽ കഴിച്ചു. കോമഡി സിനിമ കണ്ട് രണ്ടുപേരും പൊട്ടിച്ചിരിച്ചു കൊണ്ടിരുന്നു. മുറ്റത്ത് ഒരു ചുവന്ന ഓടി കാർ വന്നു നിന്നു. അതിൽ നിന്നും അമ്മുമ്മയും അപ്പൂപ്പനും അച്ഛനും അമ്മയും 2 മക്കളും സകുടുംബം പുറത്തിറങ്ങി. വളരെ പ്രൗഢിയായ വേഷം. കാണാൻ നല്ല സൗന്ദര്യം. രാജകുടുംബാംഗങ്ങളെപ്പോലെ. അവരെ കണ്ട് സുമ എന്തു ചെയ്യണമെന്നറിയാതെ നിന്നു. യാന്ത്രികമായി അവരിരുവരും ചേർന്ന് വരവേറ്റു. അവർ സന്തോഷത്തോടെ. എല്ലാവരും തുകിനയെ നോക്കി. അവൻ്റെ അമ്മയെന്ന് തോന്നിക്കുന്നവർ തുകിനയുടെ കയ്യിൽ ആ വാച്ച് അണിയിച്ചു.